ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് ജസ്റ്റ് മുഖം കഴുകി ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് മുഖമൊക്കെ ഇങ്ങനെ വീങ്ങി ചെയ്യുന്നത്. രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഇന്ന് വീക്ക് ഡേ ആണ്. ശ്രീഹരിക്ക് ഓഫീസിൽ പോകണം. പക്ഷേ ഇന്ന് ലേറ്റായിട്ട് പോയത് കാരണം ഇന്ന് രാവിലെ ഞങ്ങളുടെ ഇവിടെ ഹീറ്റർ കേടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ആളെ വിളിച്ചു. അപ്പോൾ രാവിലെ 9 മണിക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരുമില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ അതനുസരിച്ചാണ് ശ്രീഹരി ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് സമയം രാവിലെ ഇന്ന് കിട്ടും. ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാമെന്ന്. കുറേ നാളായി ഇങ്ങനെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് പക്ഷേ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എടുത്തില്ലെങ്കിൽ ഇത് ഞാൻ എവിടെ വെച്ചാണോ നിർത്തുന്നത് അവിടെ വെച്ച് അത്രയും വരെയുള്ള ഒരു വ്ളോഗാക്കി ഇടും. പിന്നെന്താണ്, അപ്പം രാവിലെ ഇന്ന് സ്ഥിരം ദോശയും ചമ്മന്തിയൊക്കെ തന്നെയാണ്. പിന്നെ അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. പിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഇന്ന് ചീര വാങ്ങിക്കണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര രാവിലെ എത്തത്തേ ഉള്ളൂ. അപ്പം ചീര എനിക്ക് ഇന്ന് ക്ലീൻ ചെയ്ത്, സാധാരണ ഞാൻ പിന്നെ ഓഫീസുള്ള ദിവസം തലേദിവസം ക്ലീൻ ചെയ്ത് വെക്കും. ഇന്ന് എനിക്കത് പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം റെഡിയാക്കണം. പിന്നെ ഇന്നത്തെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പറ്റിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മാങ്ങ ഇട്ട് പറ്റിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മാങ്ങ ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അത് കേടായില്ലെങ്കിൽ മാങ്ങ ഇട്ട് പറ്റിക്കും, അല്ലെങ്കിൽ കുടമ്പുളി ഇട്ട് പറ്റിക്കും. പിന്നെ ചീരത്തോരനുണ്ട്. പിന്നെ ചെറിയൊരു മോര് കാച്ചത്, സാധാരണ മോര് കാച്ചത്. പിന്നെ ചെറുപയർ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞങ്ങൾ ചെറുപയർ എടുത്തിട്ട്. അപ്പം ഇന്ന് വിചാരിച്ചു ചെറുപയർ കൊണ്ട് ഒരു തോരൻ വയ്ക്കാം. അത് രാവിലെ തന്നെ വെക്കാം. അപ്പോൾ രാവിലെയും ശകലം കൂട്ടാം. ഞാൻ മിക്കവാറും ഇന്ന് പുട്ടായിരിക്കും കഴിക്കുന്നത്, കാരണം എൻ്റെ ദോശമാവ് തീർന്നു പോയി വെള്ളിയാഴ്ചയാണ്. അപ്പം പുട്ടും ഈ ചെറുപയർ തോരനും, ശ്രീഹരിക്ക് ദോശയും ചമ്മന്തി ചെറുപയർ തോരനും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ദിവസം. അപ്പം നമുക്ക് വേഗം എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ വെള്ളം തിളപ്പിച്ചിട്ടതൊക്കെ ഞാൻ കുപ്പിയിലേക്ക് ആക്കി വെച്ച് കുടിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ചായ ഇടാൻ പാല് വന്ന് കാണും. ശ്രീഹരി അത് പോയി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ശ്രീഹരി ചായ ഇടും. ഞാൻ ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. ചീരയൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ ഇന്ന് നടക്കാൻ പോയില്ല. ഇന്ന് ഞങ്ങൾ ബ്രേക്ക് എടുത്തു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ചില ദിവസങ്ങളിൽ അങ്ങനെ രാവിലെ ബ്രേക്ക് എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഒരുമിച്ച് ഇന്ന് നമുക്കെല്ലാം ചെയ്ത് വെക്കണം. ഞാൻ പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിർക്കാൻ. അപ്പോൾ നമുക്കത് ചട്ടിയിലിട്ട് വേവിക്കാം. എനിക്ക് ആക്ച്വലി കുക്കറിൽ വേവിക്കുന്നതിലും ഇഷ്ടം ഇങ്ങനെ വേവിക്കുന്ന. അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ചട്ടിക്കകത്തിട്ട് വേവിച്ച തോരൻ വയ്ക്കാനും ഒക്കെ നല്ലതായിട്ടിരിക്കും. എനിക്ക് കൂടുതലും അതെനിക്ക് ഇങ്ങനെ വേവിക്കുന്ന എനിക്കിഷ്ടം. ഞാൻ കുക്കറിൽ മറന്നു പോകുമ്പോഴാണ് ഞാൻ സാധാരണ കുക്കറിൽ വെക്കുന്നത്. തലേദിവസം കുതിർക്കാനിടാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഞാൻ കുക്കറിൽ ഇട്ട് വേവിക്കും. അപ്പോൾ ശ്രീഹരി പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചായയൊക്കെ തിളപ്പിക്കാനുള്ള പരിപാടിയിലാണ്. എനിക്കിനി ഒരു വലിയ പണിയുള്ളത് ചീര വൃത്തിയാക്കുക എന്നുള്ള സംഭവമാണ്. അത് കുറച്ച് നേരം പിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം അതിനകത്തെ തന്നെ മണ്ണും പൊടിയും ഒരു ലോഡ് കാണും. പിന്നെ അത് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കണം. അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ ചായ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാൻ ഇന്ന് പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പുട്ടിന് ഞാൻ നനച്ച് വയ്ക്കാൻ പോകും. അപ്പോൾ വിലയ്ക്ക് മേടിക്കുന്ന പൊടിയാകുമ്പം 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് പൊടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പം സമയമാകുമ്പോഴത്തേനും റെഡി ആയിട്ടിരുന്നുള്ളൂ. അപ്പോൾ അതും ഞാൻ ചെയ്തു വെച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേനും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ചീരയെല്ലാം കഴുകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്ക് ശ്രീഹരി വന്ന് തേങ്ങയൊക്കെ തിരുമ്മി തന്ന് ഞാൻ ചീര കഴുകുന്ന സമയത്ത് വന്ന്, കാരണം ഇന്ന് തേങ്ങ പരിപാടി കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് പയർ കണ്ടോ നല്ല പാകത്തിന് തോരന് പാകത്തിന് വെന്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ട് തുടങ്ങാൻ ഏകദേശം ആ സമയമൊക്കെ ആയി. ഇത്രയൊക്കെ ആയപ്പോഴത്തേനും ചീരയെല്ലാം വൃത്തിയാക്കി വന്നപ്പോഴത്തേനും
ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്ര മാത്രമേ ഞാൻ തോരന് വേണ്ടിയിട്ട് ചേർക്കുന്നുള്ളൂ. ഞാൻ ഇതിന് കടു വറുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, ഒത്തിരി വേണ്ട, കുറച്ചൊന്ന് എല്ലാം കൂടെ യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. അപ്പോൾ ദോശയും ചമ്മന്തിയും പയറും നല്ല കോമ്പിനേഷന്. റാഗി ദോശയാണേലും അതെ, നമ്മുടെ സാധാരണ അരി ഉഴുന്നും ദോശയാണേലും അതെ, നല്ലതാണ് ദോശയും ചമ്മന്തിയും പയറ് പുഴുങ്ങിയതും. അപ്പം ഞാൻ ചമ്മന്തി സാധാരണ ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉപ്പും ചേർത്ത് ചമ്മന്തിയും റെഡിയാക്കി. ചീര തോരന് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ചീര തോരന് ഇഞ്ചി വേഗത്തില്ല, വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി എന്നിട്ട് കടുക് വറുത്ത് അത് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ തോരൻ റെഡിയായി. അപ്പോൾ ചീര ആയതുകൊണ്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അടച്ച് വെച്ച് നന്നായിട്ടങ്ങ് വേവിച്ചെടുത്താൽ മതി, വെള്ളമൊക്കെ ഇറങ്ങിക്കോളൂ. ഇനിയും ദോശ ചമ്മന്തി ഒക്കെ റെഡിയായി, പുട്ടും റെഡിയായി, പയറ് തോരനും റെഡിയായി. അപ്പം ഞാൻ പയറ് തോരൻ ഉച്ചക്കത്തേക്ക് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പം എൻ്റെ പുട്ടും റെഡിയായി. ഞങ്ങൾ വേഗം കഴിക്കുകയാണ്. ശ്രീഹരി ഓൾറെഡി കഴിച്ച് തുടങ്ങി. കാരണം ഇപ്പം ഹീറ്റർ നന്നാക്കുന്ന അയാൾ വരുമെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അയാൾ വന്ന് റെഡിയാക്കി എല്ലാം പോയി, ഹീറ്ററൊക്കെ ശരിയായി. ഇവിടുത്തെ ഗ്യാസ് ഹീറ്ററാണ്, നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ അല്ല, ഗ്യാസിൻ്റെയാണ്. കാരണം ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ വിൻ്റർ ഇവിടെ സോളാറുണ്ട്. അപ്പോൾ സോളാറുള്ളപ്പം ഈ സമ്മറിൽ വലിയ സമ്മറിൽ എനിക്കൊന്ന് ഒരു ഫെബ്രുവരി തൊട്ട് ഒരു സെപ്റ്റംബർ, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നമുക്ക് സോളാറിൻ്റെ ഇത് മതി. പക്ഷേ ഇനിയിപ്പം നമ്മുടെ ഹീറ്റർ ഉപയോഗിക്കണം വലുതായിട്ട്. ചില ദിവസം ഇന്നിപ്പം നല്ല സണ്ണി ഡേ ആണ്, പക്ഷേ ഇന്നലെ സൂര്യൻ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഇന്ന് പക്ഷേ രാവിലെയൊക്കെ കുറേ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ, വെളിച്ചമുള്ള ദിവസങ്ങളിൽ സോളാർ റേഡിയോ. എന്നാലും വിൻ്ററിൽ അത്രയും വലിയ ബുദ്ധിമുട്ടാണ്. വലിയൊരു ചൂടൊന്നും കാണത്തില്ല, ചെറിയൊരു ചൂടൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഹീറ്റർ വേണം. അപ്പോൾ ഇവിടെ ഗ്യാസ് ഹീറ്റർ, ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, എല്ലായിടത്തും ഗ്യാസ് ഹീറ്റർ, മീൻസ് ഈ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഗ്യാസിൻ്റെ ഹീറ്ററാണ്. അപ്പോൾ അങ്ങനെ ഇനി ഒരു ജാനുവരി വരെ നമുക്ക് ഹീറ്റർ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ വെള്ളം ചൂടാക്കാൻ. അത് കഴിഞ്ഞ് സമ്മർ അങ്ങോട്ടായി കഴിഞ്ഞാൽ സോളാർ അത് മതി. എപ്പോഴും 24 hours ഹോട്ട് വാട്ടർ വന്നോളൂ, കുഴപ്പമില്ല. അപ്പോൾ എന്തായിരുന്നു ഇത് ഇപ്പം ഞാനിപ്പം തോരനുണ്ടാക്കി, പിന്നെ ചെറുപയർ തോരനുണ്ട്. ഞാനിതിൽ അരിയൊന്നും ഇട്ടിട്ടില്ല, കാരണം ഇപ്പം അയാൾ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ശ്രീഹരി ഉച്ചയ്ക്ക് ഉണ്ടിട്ടാ, ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ലഞ്ച് ചീര തോരനുണ്ടാക്കി. അപ്പം കൊണ്ടുപോകുന്നില്ല, ഇനിയിപ്പം ഉണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഉണ്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ലേറ്റാകും വരാൻ. വൈകുന്നേരം അപ്പോൾ ലേറ്റാകും വരാൻ, എന്നാലും അത് മതിയെന്ന് പറഞ്ഞു. ഇനിയിപ്പം രാവിലത്തെ ഇതൊക്കെ രാവിലെ അങ്ങനെ നേരത്തെ വിചാരിച്ചിരുന്നത്, കൊണ്ടുപോകണ്ടെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഇനി എനിക്ക് മീൻ റെഡിയാക്കണം, പിന്നെന്താണ് മോര് കാച്ചണം, ചോറ് വെക്കണം. അത്രയും കൂടെ കഴിഞ്ഞ് മീൻ പറ്റിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. മാങ്ങ ഇട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു. ചീര അവിയൽ വെക്കണമെന്ന് ആദ്യം ഞാൻ ചിന്തിച്ചു, മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചീര അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ചീര അവിയൽ വെച്ചാൽ ശരിയാവത്തില്ല, എന്നാൽ ചീര തോരൻ വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. അതത്ര ചുമന്നതാണേലും അത് വെന്ത് വരുമ്പോഴത്തേനും പച്ച നിറത്തിലാവും. ഇന്നലെ പക്ഷെ എനിക്ക് കിട്ടിയ നല്ല ചുമന്ന ചീരയായിരുന്നു, ഇതത്രയും ചുമപ്പില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇന്നാണെങ്കിൽ 2 ദിവസം ഞാൻ തുണി നനച്ചിട്ടിട്ട്, എന്ന് വെച്ചാൽ ഇപ്പം ഒരു ദിവസം നനച്ചിട്ട് ഒരു 2-3 ദിവസം എടുക്കും അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ സ്വല്പം വെയിലുണ്ട്, അപ്പം ഞാൻ ഉണങ്ങിയതൊക്കെ ഞാനങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് തുണി ഇന്ന് കഴുകാനിടാനും ഉണ്ട്, കാരണം
ഇന്ന് കഴുകാനിട്ടാലേ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും ഉണങ്ങി കിട്ടത്തുള്ളൂ. അങ്ങനെ ഇന്ന് പക്ഷെ അത്യാവശ്യം വെയിലുണ്ട്. ഇന്നലെ മിനിയാന്നൊന്നും ഒന്നും വെയിലെന്ന് പറയുന്നതില്ലായിരുന്നു. ഇന്ന് അത്യാവശ്യം വെയിലുള്ളതുകൊണ്ടൊരു രാവിലെയൊക്കെ ഒരു സുഖമുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ഈ രാവിലെ ഒരു 10 മണി സമയത്തുള്ള ഒരു വെയിലാണ്. അത് കഴിയുമ്പോൾ ഫുൾ ചിലപ്പോൾ അങ്ങ് ഇന്നലെ ഭയങ്കര മൂടിക്കെട്ടായിരുന്നു, തണുപ്പും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ തുണിയൊക്കെ മടക്കി വെക്കട്ടെ. മടക്കി വെച്ചിട്ട് ഞാൻ പോയി പാത്രം കഴുകാനുണ്ട്, അതെല്ലാം കഴുകിയിട്ട് മീൻ റെഡിയാക്കണം. എന്നിട്ട് മോരും കാച്ചണം, ചോറും വെച്ച് കഴിഞ്ഞാൽ സംഭവം തീർന്നു. 10-12 മണിയാകുമ്പോഴത്തേനും ശ്രീഹരിക്ക് ചോറ് പെട്ടെന്നാകും. ഇപ്പം വെച്ച് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ല. ശ്രീഹരിക്ക് കഴിച്ചിട്ട് ശ്രീഹരി പോവും. അപ്പം നമുക്ക് തുണിയൊക്കെ മടക്കി വെക്കാം. അപ്പോൾ ഞാൻ അരി വെച്ചു. ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. ഒരു 11:30 ആകുമ്പോഴത്തേനും നമ്മുടെ സകല പരിപാടിയും തീർക്കണം. മീനും വെക്കണം, മോരും കാച്ചണം. അപ്പോഴത്തേനും അരിയും റെഡി ആയിട്ടില്ല. കാരണം 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ശ്രീഹരിയുടെ ചോറ് റെഡിയാക്കണം. അപ്പം ഈ തോരൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിനി മോര് കാച്ചും. ഞാൻ മോര് കാച്ചുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം രാവിലെ ചമ്മന്തി അരച്ചത് കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ തേങ്ങയുടെ കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ചേർത്ത് മോര് കാച്ച, അല്ലെങ്കിൽ വെറുതെ അത്രയും തേങ്ങ വെറുതെ അങ്ങ് ചമ്മന്തി. കാരണം ശ്രീഹരിക്ക് മാത്രം കല്ലിൽ എടുക്കുമ്പോഴുള്ള കുഴപ്പം ഇതാണ്. അപ്പം ഇത് കുറേ നേരം വൈകുന്നേരം ഒന്നും രാവിലത്തെ ചമ്മന്തി ഒന്നും ശ്രീഹരി കൂട്ടത്തൊന്നുമില്ല, ഞാനും കൂട്ടത്തില്ല. അപ്പം എടുക്കുന്നത്. അപ്പം ഇതങ്ങ് മോരിനകത്താക്കി കഴിഞ്ഞാൽ അത് അങ്ങ് ചോറിൻ്റെ കൂടെ അങ്ങ് കഴിച്ചോളും. ചോറിൻ്റെ കൂടെ അതങ്ങ് പൊയ്ക്കോളും. ഇതാണെങ്കിൽ ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് ഇപ്പോൾ രാവിലെ അങ്ങോട്ട് അരച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. തണുപ്പായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ചീത്തയാകത്തൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കടുവ ഇറക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് പിന്നെ മോര് ഒഴിച്ച് അങ്ങനെ അങ്ങ് നമ്മൾ കഷ്ണമില്ലാത്ത പുളിശ്ശേരി, അത്രേ ഉള്ളൂ. പുളിശ്ശേരിക്ക് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന്. ഇപ്പം ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്യും. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും പിന്നെ എന്തായാലും ഇത് വൈകിട്ട് ശ്രീഹരി കൂട്ടത്തില്ല, വൈകിട്ട് ദോശയാണെങ്കിൽ. ഇന്ന് വൈകിട്ട് ദോശയല്ല, ദോശമാവൊന്നും ഇരിപ്പില്ല. ഇന്ന് വൈകിട്ട് ചപ്പാത്തി എന്തൊരു തീരുമാനിച്ചിട്ടില്ല എന്താണെന്ന്. അപ്പം നമുക്ക് ഇനിയിപ്പം മോര് കാച്ചിട്ട് ഇതിനകത്ത് കുറച്ച് തൈരും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടങ്ങ് അരച്ചിട്ട് കടുക് വറുത്തെടുക്കാം. അപ്പം ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഈ തേങ്ങ അരച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത്, എന്നിട്ട് അത് നന്നായിട്ട് ഇനി അരച്ചെടുക്കണം. വേറൊന്നും ചേർക്കുന്ന കാര്യമില്ല. അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉപ്പും മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് കടുക്, നമ്മുടെ ജീരകം, ഉലുവ, മുളക്, കറിവേപ്പില, ഈ വക കാര്യങ്ങളൊക്കെ ചേർത്ത്, പിന്നെ ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് മൂപ്പിച്ചതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത്, തൈരും ആ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങ് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു തേങ്ങ അരച്ച ഒരു മോര് കാച്ചിയത്, അല്ലെങ്കിൽ ഒരു പുളിശ്ശേരി, കഷ്ണമൊന്നുമില്ലാത്തൊരു പുളിശ്ശേരി പോലെ റെഡിയായി. അപ്പം അതവിടെ സെറ്റായി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് തോരൻ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ വെക്കണം. മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മീൻ ഞാൻ മാങ്ങയിട്ട് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ മിക്സിയുടെ പരിപാടി ഇതിനകത്ത് ചെയ്യുന്നില്ല. മിക്സിക്കകത്ത് നമ്മൾ ചതയ്ക്കുന്നില്ല, കൈകൊണ്ട് നന്നായിട്ട് തിരുമുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആവശ്യത്തിന് ഉപ്പും, പിന്നെന്താണ് ആവശ്യത്തിന് തേങ്ങ ചിരകിയതും, പിന്നെ നമ്മുടെ
മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് തിരുമ്മിയെടുക്കണം. മിക്സിക്കകത്ത് ചതയ്ക്കുന്നതിലും എനിക്ക് പറ്റിക്കുമ്പം എനിക്ക് ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ പച്ചമുളകിന് പകരം കാന്താരി മുളകാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. എനിക്ക് പക്ഷേ ഇതിന് ഈ പറ്റിക്കുന്നതിനകത്ത് പച്ചമുളകിൻ്റെ കാന്താരി മുളകിൻ്റെ എരിവ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് എരിവിന്. അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഇടുക. എന്നിട്ട് നമ്മുടെ മത്തി കഷ്ണിച്ച്, ഈ കുഞ്ഞൻ മത്തിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നുകൂടെ തന്നെ അങ്ങിട്ടാൽ മതി. ഇതൊരു മീഡിയം സൈസ് ആയിരുന്നു, വലുതും അല്ലായിരുന്നു തീരെ കുഞ്ഞും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കട്ട് ചെയ്തങ്ങിട്ടു. അപ്പോൾ എന്നിട്ട് ഇനി നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കില്ല, അടുക്കി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് അത് നമുക്ക് അങ്ങ് അടുപ്പത്തേക്ക് കയറ്റാം. അതിങ്ങനെ ഒരു ലോ ഫ്ലെയിമിലിരുന്ന് വെന്ത് പറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ മത്തി പറ്റിച്ചത് റെഡിയാവും. ഇനി നമുക്ക് കുറച്ചുള്ളത് വറക്കുകയും കൂടെ ചെയ്യാം. കാരണം നാളെ ഞങ്ങൾ വേറെ ഈ മീൻ ഉപയോഗിക്കുന്നത്, മീൻ അങ്ങ് തീർക്കുകയാണ്. ഇത് 250 ഗ്രാമേ ഉള്ളായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഞാൻ വിചാരിച്ചു മീനങ്ങ് തീർക്കാവുന്ന. അപ്പം കുറച്ച് ഞാൻ വറക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ചെറിയുള്ളി, കുരുമുളകും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചെറിയുള്ളി ചതച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടെ പുരട്ടി വയ്ക്കുക. നമുക്ക് സമയമാകുമ്പോൾ വറുത്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പക്ഷെ അങ്ങ് മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ വെന്ത് വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം തുറന്നു വെച്ചും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മീൻ വറുത്തും വെച്ചു. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പറ്റിച്ചത് റെഡിയാകും. പിന്നെ ഇത് നമ്മുടെ മത്തി വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മോര് കാച്ചിയതും റെഡിയായി. മോര് കാച്ചിയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ആറി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാവിലത്തെ പയറുതോരൻ ഞാൻ മാറ്റി വെച്ചത്, മത്തി പറ്റിച്ചത്, പിന്നെ ചീരത്തോരൻ. അപ്പോൾ അങ്ങനെ ഊണ് റെഡിയായി. ഇനി ഉണ്ണാൻ മാത്രം മതി. അപ്പം പക്ഷേ ഞാൻ ഉണ്ണുന്നതിന് മുമ്പേ എനിക്ക് വേറൊരു കാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് കുളിക്കണം. ശ്രീഹരി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുളിക്കണം. കുളിച്ചിട്ട് വേണം ചോറ് വേണം. ചോറെല്ലാം റെഡി ആയിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പം ശ്രീഹരി കൊണ്ടിട്ട് ഇറങ്ങും. അപ്പോൾ ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ഒന്നുമാണെങ്കിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ്, എടുത്ത് കഴിച്ചാൽ മാത്രം മതി ഞാൻ കുളിക്കാൻ കയറുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചങ്ങ് കുളിക്കാൻ നിന്ന് ഞാൻ ഹെയർ പാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഇന്നലെ എനിക്ക് കുളിക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ ആ ഹീറ്റർ കാരണം എനിക്ക് കുളിക്കാൻ പറ്റില്ല. അത് ഇന്നത്തെ ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ചൂട് വെള്ളമൊക്കെ, ചെറിയ ചൂടുവെള്ളമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇന്നലെ ഭയങ്കര തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. രാവിലെ സൂര്യനൊന്നും ഉദിച്ചിട്ടേ ഇല്ലാത്ത രീതിയിൽ അങ്ങ് നമുക്ക് ഒരു ഉച്ചയ്ക്കൊക്കെ എന്തൊരു തണുപ്പായിരുന്നു എന്നറിയുന്നില്ലേ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാനത് കുളി ഇന്നത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ തുണിയൊന്നും വിരിച്ചിട്ടിട്ടില്ല, അതൊക്കെ വിരിച്ചിടണം. ഇന്നാണെങ്കിൽ അപ്പം ഇയാളെ ഓണറെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ ഇന്ന് 9 മണിയാകുമ്പോൾ വിടാമെന്ന് പറഞ്ഞ് അങ്ങനെ കറക്റ്റ് 8:45 ഇപ്പോൾ കയറി വരികയും ചെയ്തു. അങ്ങനെ അതിൽ അതങ്ങ് ശരിയായി. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അതില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്കിനിയും ഞാൻ ഇനി കുളിച്ചിട്ട് വരട്ടെ, വന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ശ്രീഹരി ഇപ്പോൾ സമയം 11:30-11:45 ഉള്ളൂ. ഈ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എനിക്ക് കുളിക്കണം. ശരി. അപ്പോൾ ചോറൊക്കെ വിളമ്പി ഉണ്ണാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ശ്രീഹരി ഓഫീസിൽ പോകാനും വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ശ്രീഹരി ഓഫീസിലും പോയി. അങ്ങനെ ശ്രീഹരി ഓഫീസിൽ പോയി. ഞാനും ശ്രീഹരിയുടെ കൂട്ടത്തിൽ തന്നെ കഴിച്ചു. കാരണം ഇന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ കഴിച്ചായിരുന്നു. അയാൾ വരുന്നതിന് മുമ്പ് കഴിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രീഹരി ഓഫീസിലൊക്കെ പോയി. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ആവും വരാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം മീൻസ് ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോഴല്ലേ പോയത്. ഇനി എനിക്ക് ഭയങ്കര ക്ഷീണമായി. ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി വീഡിയോ എടുക്കണമെന്ന് ആക്ച്വലി അറിയത്തില്ല. ഇനിയും ഉച്ച കഴിഞ്ഞത്തെ എന്തുമാത്രം കാര്യം ഞാൻ എടുക്കുമെന്ന്.
ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ എനിക്ക് രാവിലെ സമയത്ത് ആ ടൈമിലൊന്നും എന്തോ അങ്ങോട്ട് പറ്റുന്നില്ല വീഡിയോ ഒന്നും ഇടാൻ എത്ര ശ്രമിച്ചാലും. ഇപ്പോൾ ഉച്ച കഴിയുന്ന വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇടണം. പിന്നെന്താണ്, എഡിറ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തെല്ലാം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇനി വൈകുന്നേരം എന്ത് വെക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തുണി വിരിച്ചിട്ടിട്ടില്ല, തുണിയെല്ലാം നനച്ച് എല്ലാം വാഷിംഗ് മെഷീനിലിരിക്കുക, അതെല്ലാം വിരിച്ചിടണം. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം അത് ഇടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ ഇന്നൊന്ന് കിടക്കും. പാത്രമൊക്കെ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ടാണ് ഞാൻ വന്നിരുന്നിപ്പോൾ സംസാരിക്കുന്നത്. നിന്ന് കിടക്കണം. പിന്നെ ചായ ചിലപ്പം ഞാൻ ചായ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് ചിലപ്പോൾ ശ്രീഹരി അവിടെ നിന്ന് ചായ കുടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് വൈകുന്നേരം. കാരണം വരുമ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് ചായയോ കാപ്പിയോ കുടിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പം ഞാൻ മിക്കവാറും എനിക്ക് വേണ്ടിയിട്ട് ഇനിയും ചായയും കാപ്പിയും ഇടാൻ ചിലപ്പോൾ ഞാനതങ്ങ് മടിക്കും. കാരണം അത്രയും പാത്രം നമുക്ക് കുറച്ച് കഴിയാൻ മതി. അപ്പം വൈകുന്നേരത്തെ ചായ അല്ലേ, എനിക്ക് ചായ കുടിക്കുന്നതാണ് ഇഷ്ടം. കാരണം ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് നല്ല മൂഡുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കും. അല്ലെങ്കിൽ എന്തൊരു ശബ്ദം കേട്ടാ നോക്കിയത്. അല്ലെങ്കിൽ ചായ ഞാൻ സ്കിപ്പ് ചെയ്യും. രാത്രി എന്ത് വെക്കണമെന്ന് എന്ത് വെക്കുമെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തില്ല. ഇനി ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് ഞാൻ കയറി കിടന്ന് കുറച്ച് നേരം എനിക്കൊന്ന് കിടക്കണം. നമുക്കതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ട് ആകുമ്പോൾ കാണാം. മുമ്പേ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ എനിക്കങ്ങ് ഭയങ്കരമായ ക്ഷീണം. എനിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഞാനൊരു കിടന്നിട്ട് ഇപ്പോഴാണ് എണീറ്റത്. ഞാനൊരു കാര്യം ചെയ്യാനങ്ങ് മറന്നായി. നമ്മുടെ തുണി ഞാൻ വിരിച്ചിട്ടില്ല. രാവിലെ നമ്മൾ നനയ്ക്കാനിട്ടു. അതൊരു രാവിലെ തന്നെ ഒരു ഉച്ചയാറായപ്പോൾ തന്നെ അതിൻ്റെ നനയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ വിരിച്ചിട്ടില്ല. ഞാൻ രാവിലെ അപ്പം തന്നെ വിരിച്ചിടണമെന്ന് വിചാരിച്ച കാരണം ഇന്ന് അത്യാവശ്യം നല്ല സൂര്യനൊക്കെ ഉള്ള ദിവസമായിരുന്നു. പക്ഷേ പറ്റിയില്ല. ഞാൻ പിന്നെ അങ്ങ് കിടന്നു, അങ്ങ് മറന്നു. ഇന്ന് ഫുൾ ആ ഒരു തിക്കും തിരക്കും അങ്ങ് പിടിച്ച ദിവസമായിരുന്നു. ഉച്ചയായപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിച്ചെന്ന്. അങ്ങനെ ഞാൻ കിടന്നിട്ട് എണീറ്റെല്ലാം വന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ തുണി വിരിച്ചിടട്ടെ. ഇനിയിപ്പം നാളെ വെളിച്ചമില്ലെങ്കിൽ ഇതിനി എത്ര ദിവസം പിടിക്കുമെന്നറിയാമെന്ന് ഉണങ്ങിക്കിട്ടാൻ. അപ്പം ഞാൻ തുണി വിരിച്ചിടട്ടെ. ഇതെൻ്റെ ഗ്ലൗസാണ്. എൻ്റെ ഈയിടെ ഒരു കൈ മുറിഞ്ഞ് ഇച്ചിരി ഇതായി, മീൻസ് ഉണങ്ങാൻ ഒത്തിരി താമസിച്ചു. അപ്പം എനിക്ക് വെള്ളമൊന്നും പാത്രം കഴുകാനും ഒന്നും പറ്റാതെ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്ത പാത്രം കഴുകാൻ കൈ മുറിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം ഞാനിനി തുണിയൊക്കെ വിരിച്ചിടട്ടെ. ഇന്ന് രാത്രിയിൽ എന്തുണ്ടാക്കണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് നല്ല ഒരു ക്ഷീണമുള്ളതുകൊണ്ട് മിക്കവാറും പുറത്തുനിന്ന് മേടിക്കാനും നല്ല ചാൻസ് ഉണ്ട്. ഇന്ന് ആക്ച്വലി നല്ല രീതിയിലൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു സുഖം ഉണ്ടായില്ല. മൊത്തത്തിൽ ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇന്ന് ആക്ച്വലി ശ്രീഹരിക്ക് ഫുഡൊന്നും കൊണ്ടുപോകണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് ഇങ്ങനെ നന്നാക്കാനൊക്കെ വന്നപ്പോഴത്തേനും എന്തോ പെട്ടെന്ന് ഇടയ്ക്ക് സ്ലോ മോഷനായി. പിന്നെ അതിൻ്റെ കൂടത്തെ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ വന്നു. എന്തോ അങ്ങനെ അങ്ങ് ആയിപ്പോയി. അപ്പം ഇനി തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് ഞാൻ രാത്രിയിലത്തേക്കൊന്നും ഇതുവരെ തീരുമാനിച്ചില്ല. മിക്കവാറും പുറത്തുനിന്ന് മേടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. വെജ് എന്തെങ്കിലും വാങ്ങിക്കത്തുള്ളൂ. ഇപ്പം അങ്ങനെ നോൺ വെജ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. നാളെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, പിന്നെയും പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾ വൈകുന്നേരം ഒന്നും പുറത്തേക്കൊന്നും പോകത്തൊന്നുമില്ലല്ലോ.
അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വൈകിട്ട് പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, രാവിലെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തീരെ ആഗ്രഹം തോന്നുന്നില്ല വൈകുന്നേരം എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രീഹരി വന്നിട്ട് ശ്രീഹരിയുമായിട്ട് തീരുമാനിച്ചിട്ട് വേണം എന്താ വാങ്ങിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം. ശ്രീഹരിയുടെ വിശപ്പ് പോലിരിക്കും. ലൈറ്റായി എന്തെങ്കിലും സാധാരണ രീതി വല്ല ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെ മതിയെങ്കിൽ ഉണ്ടാക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ഞാൻ രാത്രിയിലത്തെ കുക്കിങ്ങിന്ന് എടുക്കുന്നില്ല, എനിക്കിന്ന് വയ്യ അതുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പം ആക്ച്വലി ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ച് രാത്രിയിലത്തെ കുക്കിങ്ങൊക്കെ കാണിച്ച് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി എടുത്താൽ ശരിയാവത്തില്ല, എൻ്റെ ഒരു ക്ഷീണം വെച്ച് എനിക്ക് എടുത്താൽ ശരിയാവത്തില്ല. രാവിലെയൊക്കെ ഞാൻ നല്ല എനർജറ്റിക് ആയിരുന്നു. ഇപ്പം എന്താണെന്നറിയത്തില്ല, ഭയങ്കരമായ ഒരു ക്ഷീണം ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.